മലയാളി ജവാനെ കാണാതായതിൽ രാഷ്ട്രപതി ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബം തൃശൂർ ഗുരുവായൂർ സ്വദേശി ഫർസീൻ ഗഫൂറിന്റെ പിതാവ് മസ്കറ്റിലുള്ള ഇന്ത്യൻ എംബസിയെ സമീപിച്ചു. വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പിതാവ് ഗഫൂറും പിതൃ സഹോദരനും പറഞ്ഞു. ഗുരുവായൂർ സ്വദേശി ഫർസീൻ ഗഫൂറിനെയാണ് കാണാതായത്. പുനെയിൽ നിന്ന് യുപിയിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോകുന്നതിനിടെയാണ് കാണാതായത്. എംബസിയിൽ പോയപ്പോഴും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പരാതി ഇവിടെ അങ്ങനെ പരാതി തന്നിട്ട് കാര്യമില്ല, അത് അവർ ഓൺലൈൻ ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ലിങ്ക്, ആ ലിങ്കിൽ പരാതി ചെയ്യാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് ഞങ്ങൾ പരാതിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ അവന് വെള്ളിയാഴ്ച രാവിലെയാണ് അവിടെ എത്തേണ്ടത്. നമ്മൾ രാത്രി വ്യാഴാഴ്ച രാത്രി ഒരു 11:30 വരെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഭാര്യനായിട്ടും ഉമ്മാനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വെള്ളിയാഴ്ച പിന്നെ വിളിച്ചു നോക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി കാണുന്നത്. ഞാനിവിടുന്ന് കുറേ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ ഇന്ന് വരെയും സ്വിച്ച് ഓഫാണ്, ഇതുവരെയും ഓണായിട്ടില്ല. അപ്പോൾ ആൾ അവിടുന്ന് ഒരു ബുധനാഴ്ച വൈകുന്നേരമാണ് അവിടുന്ന് പോകുന്നതെന്നാണ് അറിവ്. കൃത്യമായിട്ടുള്ള ഇത് എനിക്കറിയില്ല. ബുധനാഴ്ച വൈകുന്നേരം പോകുന്നതിന് വെള്ളിയാഴ്ച രാവിലെയാണ് അവിടെ എത്തേണ്ടത്. വെള്ളിയാഴ്ചയാണ് അവിടെ ജോയിൻ ചെയ്യേണ്ടത്. അതവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവരായിട്ട് ഈ നേരം വരെയായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. ഇത് എത്രയും പെട്ടെന്ന് ഇയാളെ മിസ്സിങ്ങാണല്ലോ ആള്. അത് വിവരം നമ്മളൊന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് അറിവ് കിട്ടണം. ഇയാള് അവസ്ഥ എന്താണെന്നുള്ള, ആള് ജീവിച്ചിരിപ്പുണ്ടോ, മിസ്സിങ് ആണോ, എന്താ സംഭവം എന്ന് അറിയണ്ടേ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞമാതിരി നാട്ടിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിലിറ്ററി തല അന്വേഷണങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ അനിയൻ്റെ മൂത്ത മകനും പിന്നെ ജ്യേഷ്ഠ മകനും രണ്ടാളും ഇപ്പോൾ ദുബൈയിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഡൽഹിയിൽ ഇറങ്ങി ഇപ്പോൾ അവിടുന്ന് നേരെ ബറേലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് നമ്മളേതായിട്ടുള്ളൊരു അന്വേഷണം കൂടി നടത്തണമല്ലോ. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ടും ഒരു എന്താ പറയുക, നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാലും നമ്മളിപ്പോൾ സുരേഷ് ഗോപി സാറിനും അതുപോലെ തന്നെ MLA ഒക്കെ ആയിട്ട് അവർക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. MLA ഇന്നലെ പോയി കണ്ട് സംസാരിച്ചിരുന്നപ്പോൾ അവർ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പം ഇന്ന് രാവിലെ പോയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് നമുക്കിപ്പോൾ എന്തായാലും എത്രയും വേഗം എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞേ തീരൂ.